മരണമെന്നത് അപ്രതീക്ഷിതമായി കടന്നു വരുന്ന ഒന്നാണ്. എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ്റെ അച്ഛൻ്റെ വിയോഗം അങ്ങനെയായിരുന്നു. പെട്ടെന്നുണ്ടായ ഒരു ഹൃദയാഘാതത്തിൻ്റെ രൂപത്തിൽ മരണം അദ്ദേഹത്തെ കൊണ്ടുപോയപ്പോൾ തളർന്നുപോയത് എൻ്റെ ചങ്കും അവൻ്റെ ചെറിയ കുടുംബവുമായിരുന്നു. വലിയ സാമ്പത്തിക ചുറ്റുപാടുകളോ ആർഭാടങ്ങളോ ഇല്ലാത്ത സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരു കുടുംബം. അതുകൊണ്ട് തന്നെ അന്ത്യകർമ്മങ്ങൾക്കും വലിയ സന്നാഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മൃതദേഹം നാട്ടിലെ പൊതുശ്മശാനത്തിൽ തന്നെ അടക്കം ചെയ്യാനാണ് തീരുമാനിച്ചത്. പഞ്ചായത്ത് മെമ്പർ ഇടപെട്ട് അതിനുള്ള ഔദ്യോഗികമായ അറേഞ്ച്മെൻ്റൊക്കെ ചെയ്തു തന്നിരുന്നു. എന്നാൽ അവിടെ ഒരു ചെറിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. പൊതുശ്മശാനമായതുകൊണ്ട് കുഴിവെട്ടാൻ അവിടെ പ്രത്യേകമായി ആളുകളൊന്നുമില്ല. മരിച്ചയാളുടെ ബന്ധുക്കളോ നാട്ടുകാരോ തന്നെ നേരത്തെ പോയി ശവക്കുഴി കുത്തി റെഡിയാക്കണം. കൂട്ടുകാരൻ്റെ അച്ഛനായതുകൊണ്ടും ആ സമയത്ത് ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറയത്തക്ക ബന്ധുക്കളൊന്നും അവർക്ക് ഇല്ലാത്തതുകൊണ്ടും ആ ഉത്തരവാദിത്വം സ്വാഭാവികമായും ഞങ്ങളിലേക്ക് വന്നു ചേർന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ അച്ഛൻ മരിച്ചതിൻ്റെ സങ്കടം ഞങ്ങളെയും വല്ലാതെ ബാധിച്ചിരുന്നു. ആ സങ്കടം മാറ്റാൻ വൈകുന്നേരം ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടി കുറച്ചൊന്ന് മദ്യപിച്ചു. പ്രിയപ്പെട്ട ഒരാളുടെ വിയോഗമുണ്ടാക്കിയ സങ്കടവും ഒപ്പം മദ്യത്തിൻ്റെ ലഹരിയും ഒത്തുചേർന്ന ആ പ്രത്യേക മാനസികാവസ്ഥയിൽ മറ്റൊന്നും ചിന്തിക്കാതെ ശവക്കുഴി വെട്ടാനുള്ള ആ ടാസ്ക് ഞങ്ങൾ തന്നെ ഏറ്റെടുത്തു. ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്യാത്ത ഒരു കാര്യമാണിത്. എങ്കിലും ലഹരിയുടെ ധൈര്യത്തിൽ എല്ലാം ശരിയാക്കാമെന്ന് ഞങ്ങൾ ഉറപ്പിച്ചു. സമയം രാത്രി ഏകദേശം 11 മണിയോട് അടുത്തിരിക്കുന്നു. പകലിൻ്റെ ചൂടും ബഹളങ്ങളുമൊക്കെ ഒഴിഞ്ഞ് നാടാകെ ഉറക്കത്തിലേക്ക് വീണിരിക്കുന്ന സമയം. കാറിൻ്റെ ഡിക്കിയിലേക്ക് തൂമ്പയും കൈക്കോട്ടും പേരയുമെല്ലാം എടുത്തു വെക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ എവിടെയോ ചെറിയൊരു നെഞ്ചിടിപ്പ് തുടങ്ങിയിരുന്നു. ഈ പാതിരാത്രിയിൽ ശ്മശാനത്തിൽ പോയി കുഴിവെട്ടുക എന്നത് വെറുമൊരു വാക്കല്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുകയായിരുന്നു. ഞങ്ങൾക്ക് വഴികാട്ടിയായി ആ നാട്ടിലെ പ്രധാന കുഴിവെട്ടുകാരനായ രാജപ്പൻ ചേട്ടനെ പഞ്ചായത്ത് മെമ്പർ ഏർപ്പാടാക്കി തന്നിരുന്നു. രാജപ്പൻ ചേട്ടനെ കൂട്ടാനായി ഞങ്ങൾ വണ്ടി തിരിച്ചു. എന്നാൽ അവിടെ എത്തിയപ്പോഴാണ് കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായത്. ആശാൻ നല്ല കട്ട പൂസവസ്ഥയിലായിരുന്നു. നേരെ നിൽക്കാൻ പോയിട്ട് സംസാരിക്കാൻ പോലും കഴിയാത്ത ലഹരിയിലായിരുന്നു അദ്ദേഹം. എങ്കിലും കുഴിവെട്ടുന്ന കാര്യത്തിൽ പുള്ളിക്ക് നല്ല തഴക്കവും പഴക്കവും ഉള്ളതുകൊണ്ട് മറ്റൊന്നും ചിന്തിക്കാതെ ഞങ്ങൾ അദ്ദേഹത്തെയും കാറിൻ്റെ പിൻസീറ്റിലേക്ക് കയറ്റി. യാത്ര തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ കാറിലിരുന്ന് വരുന്ന വഴിക്ക് ആശാൻ കയ്യിൽ കരുതിയിരുന്ന 2 ബിയർ കൂടി പൊട്ടിച്ച് അകത്താക്കി. അതോടെ രാജപ്പൻ ചേട്ടൻ ലഹരിയുടെ കൊടുമുടിയിലായെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. വണ്ടി MC റോഡിലൂടെ മുന്നോട്ട് കുറിച്ചു. ശ്മശാനം എവിടെയാണെന്ന് ഞങ്ങൾ കൃത്യമായി അറിയാമായിരുന്നു. അതിനു മുമ്പ് പലതവണ അവിടെ ശവമടക്കിനായി പോയിട്ടുണ്ട്. എന്നാൽ അതൊക്കെ പകൽ സമയത്ത് 100 കണക്കിന് ആളുകൾക്കൊപ്പം പങ്കെടുക്കാൻ മാത്രമായിരുന്നു. പാതിരാത്രിയിൽ സ്വന്തമായി ഒരു കുഴിവെട്ടുക എന്ന സാഹസം ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യത്തേതായിരുന്നു. വണ്ടിയുടെ പുറത്ത് ഇരുട്ട് വല്ലാതെ കനത്തു വരികയാണ്. മഴ പെയ്യാനുള്ള ലക്ഷണങ്ങൾ ഉള്ളതുകൊണ്ട് അന്തരീക്ഷമാകെ മൂടിക്കെട്ടി നിൽക്കുന്നു. തണുത്ത കാറ്റ് കാറിൻ്റെ വിടവിലൂടെ അകത്തേക്ക് അരിച്ചു കയറുന്നുണ്ടായിരുന്നു. ശ്മശാനം പ്രധാനപ്പെട്ട MC റോഡിനടുത്താണെങ്കിലും അവിടേക്ക് എത്താൻ ഒരു ചെറിയ പോക്കറ്റ് റോഡിലൂടെ അല്പം അകത്തേക്ക് സഞ്ചരിക്കണമായിരുന്നു. ആ വഴിയിലേക്ക് വണ്ടി തിരിഞ്ഞതും യാത്ര ദുഷ്കരമായി. റോഡ് മൊത്തം കുണ്ടും കുഴിയുമായി കിടക്കുകയാണ്. ഇനി വണ്ടി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് മനസ്സിലായതോടെ റോഡിലേക്ക് ചേർത്ത് ഞങ്ങൾ കാർ പാർക്ക് ചെയ്തു. സാരമില്ല, കുറച്ചു ദൂരം നടന്നാൽ ശ്മശാനം എത്താമല്ലോ എന്ന് ഞങ്ങൾ പരസ്പരം ആശ്വസിപ്പിച്ചു. പുറത്തിറങ്ങിയപ്പോൾ നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ആകാശം കറുത്തിരുണ്ട് നല്ല മഴക്കോളുണ്ട്. ഏതു നിമിഷവും മഴ പെയ്യാം. ശ്മശാനത്തിലേക്കുള്ള വഴിയുടെ തുടക്കത്തിൽ അങ്ങിങ്ങായി സ്ട്രീറ്റ് ലൈറ്റുകളുടെ മങ്ങിയ വെളിച്ചം ഉണ്ടായിരുന്നെങ്കിലും ദൂരെ ശവക്കോട്ടയുടെ ഗേറ്റിനപ്പുറം ഇരുട്ടാണെന്ന് അവിടെ നിന്നാൽ തന്നെ കാണാമായിരുന്നു. അകത്ത് വെളിച്ചമുണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല. ഞങ്ങൾ കാറിന് ഡിക്കി തുറന്ന് ടോർച്ചും തൂമ്പയും കൈക്കോട്ടും പാരയുമെല്ലാം പുറത്തെടുത്തു. രാജപ്പൻ അപ്പോഴേക്കും പൂർണ്ണമായും ലഹരിക്ക് അടിമപ്പെട്ടിരുന്നു. കാലുറപ്പിച്ച് നിൽക്കാൻ പോയിട്ട് കണ്ണു തുറക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. എങ്കിലും ഈ പാതിരാത്രിയിൽ പുള്ളിയെ വണ്ടിയിൽ തനിച്ചാക്കാൻ കഴിയില്ലല്ലോ. ഞങ്ങൾ 3 പേർ ചേർന്ന് രാജപ്പൻ ചേട്ടനെ തോളിൽ താങ്ങിപ്പിടിച്ചു. മറ്റുള്ളവർ പണി ആയുധങ്ങളും
ടോർച്ചും കയ്യിലേന്തി. മുന്നിലെ ഇരുളടഞ്ഞ വഴിയിലേക്ക് ടോർച്ചിൻ്റെ വെളിച്ചം വീണു. വിജനമായ ആ വഴിയിലൂടെ പാതി മയക്കത്തിലുള്ള രാജപ്പൻ ചേട്ടനെയും വലിച്ച് ഞങ്ങൾ പതിയെ ശ്മശാനത്തിലേക്ക് നടക്കാൻ തുടങ്ങി. ചുറ്റുമുള്ള നിശബ്ദതയെ ഭേദിച്ച് ഞങ്ങളുടെ കാലച്ചകൾ മാത്രം കേൾക്കാമായിരുന്നു. ഓരോ ചുവട് വയ്ക്കുന്തോറും എന്തോ അനിഷ്ടം സംഭവിക്കാൻ പോകുന്ന പോലെ എൻ്റെ മനസ്സ് മന്ത്രിക്കുന്നതായി എനിക്ക് തോന്നി. ഒടുവിൽ നടന്ന് ഞങ്ങൾ ശവക്കോട്ടയുടെ ഉള്ളിലെത്തി. വിചാരിച്ചതുപോലെ തന്നെ അവിടെ യാതൊരു വെളിച്ചവുമില്ലായിരുന്നു. എങ്ങും കൂരിരുട്ട് മാത്രം. കയ്യിലുള്ള ടോർച്ച് ലൈറ്റ് തെളിച്ച് ഞങ്ങൾ പതിയെ അകത്തേക്ക് നടന്നു. ആ വെളിച്ചത്തിന് ചുറ്റും വന്ന് കണ്ണോടിച്ചപ്പോൾ എൻ്റെ ഉള്ളൊന്ന് കാളി. അകത്തൊക്കെ കാടും പടലവും പിടിച്ച് കിടക്കുന്നു. അങ്ങിങ്ങായി ചെറിയ മൺകൂലകൾ കാണാം. പണ്ട് മരിച്ചുപോയവരെ അടക്കിയിരിക്കുന്നതാണ്. കാലപ്പഴക്കം ചെന്ന് ആ കൂനകളുടെ മുകളിലേക്ക് വള്ളിയും പടർപ്പും മൂടിയിരിക്കുന്നു. കർത്താവേ, ഈ വള്ളിയൊക്കെ വെട്ടിത്തെളിച്ചിട്ട് വേണമല്ലോ ഇനി കുഴികുത്താനെന്ന് ഓർത്തപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അവസ്ഥയായി. ഞാൻ പതിയെ കൂട്ടുകാരനെ ഒന്ന് നോക്കി. അവരുടെയൊക്കെ മുഖം ആകപ്പാടെ ഇരുണ്ടിരിക്കുന്നു. കുഴികുത്താമെന്ന് ഏറ്റെടുക്കുമ്പോഴുള്ള ആ ആവേശമൊന്നും ഇപ്പോൾ ആരുടെയും മുഖത്തില്ല. എങ്ങനെയുണ്ടാകും? അടിച്ച മദ്യത്തിൻ്റെ കെട്ടൊക്കെ എപ്പോഴോ വിട്ടുപോയിരുന്നു. ഇപ്പോൾ എല്ലാവരും പൂർണ്ണ സുബോധത്തിലാണ്. ആർക്കും ഒരക്ഷരം മിണ്ടാനുമില്ല. ചുറ്റുമുള്ള ഈ ശ്മശാന മൂകത അവരെയും ഭയപ്പെടുത്തിയിരുന്നു. ആ നിഷ്പൃതയിൽ എൻ്റെ മനസ്സിലേക്ക് പ്രേതങ്ങളുടെയും പിശാചുക്കളെയും പറ്റിയുള്ള പല ചിന്തകളും ഓടിയെത്തി. അഴിഞ്ഞു വീഴുന്ന കേശഭാരത്തോടെ വെളുത്തു തൊടുത്ത് മദാലസയായി ആണുങ്ങളോട് ചുണ്ണാമ്പ് ചോദിച്ച് വശീകരിച്ച് കൊണ്ടുപോയി കൊല്ലുന്ന പഴയകാല യക്ഷികളുടെ കാലമൊക്കെ മാറിയിരിക്കുന്നു. പകരം ഹോളിവുഡ് സിനിമകളിലേതുപോലെ തന്നെ മണ്ണിലടിയിൽ നിന്നും പൊങ്ങി വരുന്ന മനുഷ്യനെ കടിച്ചു കീറി കൊന്നു തിന്നുന്ന സോംബികളെക്കുറിച്ചുള്ള ചിന്തകളാണ് മനസ്സിലേക്ക് ഓടി വന്നത്. ഏത് ഗുളികം കയറിയ സമയത്താണോ ഈ കുഴികുത്താൻ തോന്നിയത്? ഞാൻ എന്നെ തന്നെ ശപിച്ചു. മണ്ണിനടിയിൽ നിന്നും വലിയൊരു കൈ പുറത്തേക്ക് പൊങ്ങി വരുന്നതും ആ കൈ എൻ്റെ കാലിൽ പിടിച്ച് ജീവനോടെ മണ്ണിനടിയിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്നതുമായ അതിഭീകരമായ ചിന്തകളിൽ മുഴുകി ഞാൻ ആ നിമിഷം തറഞ്ഞുപോയി. എൻ്റെ ഹൃദയമിടിപ്പ് വല്ലാതെ കൂടുന്നത് എനിക്ക് തന്നെ കേൾക്കാമായിരുന്നു. ആ ഭയാനകമായ ചിന്തകളെയും ശ്മശാനത്തിലെ ആ നിശബ്ദതയും കീറിമുറിച്ചുകൊണ്ട് പെട്ടെന്ന് രാജപ്പൻ ചേട്ടൻ്റെ കരകര ശബ്ദം ഉച്ചത്തിൽ മുഴങ്ങി. മക്കളെ, ഇവിടെയല്ല, ഈ ശവക്കോട്ടയുടെ അപ്പുറത്ത്. ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ പുറകെ പോരും. അതും പറഞ്ഞ് ലഹരിയിൽ ആടി രാജപ്പൻ ചേട്ടൻ മുന്നിൽ നടന്നു. ഒരല്പം ആശ്വാസത്തോടെ ഞങ്ങൾ അദ്ദേഹത്തിന് പിറകെയും നടന്നു. കുറച്ചു ദൂരം നടന്നതിന് ശേഷം രാജപ്പൻ ചേട്ടൻ നിന്നു. അവിടെ വലിയ കാര്യമായി പുല്ലൊന്നും വളർന്നു നിന്നിരുന്നില്ല. ടോർച്ച് തെളിച്ച് നോക്കിയപ്പോൾ നല്ല ഉയരത്തിൽ നീളത്തിൽ ഒരു മതിൽ പോലെ കെട്ടിവെച്ചിരിക്കുന്നത് ഞങ്ങൾ കണ്ടു. അതിൽ ചതുരാകൃതിയിൽ കുറേ സ്ലാബുകളും പിടിപ്പിച്ചിരിക്കുന്നു. ചില സ്ലാബുകളിൽ മാലയും കൊന്തയും മരിച്ചുപോയവരുടെ ഫോട്ടോകളും ഒക്കെ തൂക്കിയിട്ടുണ്ട്. അവിടുത്തെ പുതിയ സംവിധാനത്തെപ്പറ്റി രാജപ്പൻ ചേട്ടൻ ഞങ്ങൾക്ക് ചെറിയൊരു വിശദീകരണം തന്നു. ഈ മതിലിനപ്പുറം വലിയൊരു കുഴിയാണ്. മതിലിൽ ചതുരാകൃതിയിൽ ഒരുപാട് ദ്വാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ദ്വാരങ്ങൾ അടയ്ക്കാനാണ് ഈ സ്ലാബുകൾ ഉപയോഗിക്കുന്നത്. ഓരോ സ്ലാബും ഓരോ കല്ലറയാണെന്ന് പറയാം. ഈ ദ്വാരത്തിനപ്പുറത്ത് കുഴിയിലേക്ക് ചെറിയൊരു സ്ലോപ്പും ഇട്ടിട്ടുണ്ട്. ബോഡി കൊണ്ടുവരുന്ന സമയത്ത് ശവം ദ്വാരത്തിലൂടെ അകത്തെ സ്ലോപ്പിലേക്ക് തള്ളി വയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് സ്ലാബ് വെച്ച് സിമെൻറ്റും മണലും ഉപയോഗിച്ച് ദ്വാരമടയ്ക്കും. ബോഡി ചീഞ്ഞു കഴിയുമ്പോൾ ആ സ്ലോപ്പിലൂടെ തനിയെ ഊർന്ന് താഴെയുള്ള വലിയ കുഴിയിലേക്ക് വീണുകൊള്ളും. സംഗതി വളരെ സിമ്പിൾ. പുതിയ ബോഡി അടക്കാൻ കൊണ്ടുവരുമ്പോൾ സ്ലോപ്പിൻ്റെ പഴക്കം നോക്കി പഴയതൊരെണ്ണം തിരഞ്ഞെടുത്ത് ആ കല്ലറയുടെ സ്ലാബ് പൊട്ടിച്ച് ഭിത്തിയിൽ ദ്വാരമുണ്ടാക്കും. അപ്പോൾ പുതിയ ബോഡി വയ്ക്കാനുള്ള കല്ലറ റെഡിയായി. ടെക്നോളജിയുടെ ഒരു പോക്കേ! ഞാൻ മനസ്സിൽ അത്ഭുതപ്പെട്ടു. എന്തായാലും ആ സിസ്റ്റം കണ്ടപ്പോൾ ഞങ്ങൾക്ക് വലിയ ആശ്വാസമായി. കാട് പിടിച്ച് കിടക്കുന്ന ആ മണ്ണിൽ വള്ളികൾ വെട്ടിമാറ്റി കഷ്ടപ്പെട്ട് കുഴി കുത്തണ്ടല്ലോ. എങ്കിലും സ്ലാബ് ചെറുതായി ഒന്ന് പൊട്ടിച്ച് മാറ്റിയാൽ മാത്രം മതി. മനസ്സിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഭയമൊക്കെ മാറി ചെറിയൊരു സന്തോഷം ഞങ്ങളിൽ നിറഞ്ഞു. ഇതങ്ങോട്ട് പൊട്ടിക്ക്, സ്ലാബ് മാറ്റിവെച്ചോ, എന്നിട്ട് നമുക്ക് പോയേക്കാം. പാതിമയക്കത്തിൽ നിന്നുണർന്ന് മതിലിലെ പഴയൊരു സ്ലാബിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് രാജപ്പൻ ചേട്ടൻ പറഞ്ഞു. പുള്ളി ഇപ്പോഴും കട്ട പൂസ് തന്നെയായിരുന്നു. അത് കേട്ടതും ഞങ്ങൾ പുള്ളി ചൂണ്ടിക്കാണിച്ച ആ സ്ലാബ് പൊട്ടിക്കാൻ തയ്യാറായി. ഞങ്ങൾ കൂട്ടത്തിൽ ഏറ്റവും ശരീരപ്രകൃതി ഉള്ളതും ശക്തനുമായ സൂരജാണ് പാരയെടുത്തത്. അവൻ മുന്നോട്ട് വന്ന് സ്ലാബിൻ്റെ 4 മൂലയ്ക്കും പാര വെച്ച് ആഞ്ഞു കുത്താൻ ആരംഭിച്ചു. എന്നാൽ സിമെൻ്റ് ഇട്ട് ഉറപ്പിച്ചിരുന്ന ആ സ്ലാബിന് നല്ല ബലമുണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ചതുപോലെ അത്ര എളുപ്പത്തിൽ അത് മറിഞ്ഞു വീഴുമെന്ന് തോന്നിയില്ല. പിന്നീട് ഞങ്ങൾ ഓരോരുത്തരായി മാറി പാരയെടുത്ത് കുത്താൻ തുടങ്ങി. തണുത്ത കാറ്റടിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ശരീരം കഷ്ടപ്പാട് കൊണ്ട് വിയർപ്പിൽ കുളിച്ചു.
ഒടുവിൽ ഏകദേശം അരമണിക്കൂറോളം നീണ്ട കഠിന പ്രയത്നത്തിൻ്റെ ഫലമായി ആ സ്ലാബ് ചെറുതായി ഒന്ന് ഇളകി. സ്ലാബ് ഇളകിയതും കാറ്റ് ഞങ്ങളുടെ മുഖത്തേക്ക് വീശി. ഒപ്പം അന്തരീക്ഷത്തിൽ ഒരു ചീഞ്ഞ മണം പരക്കാനും തുടങ്ങി. ഞങ്ങൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ശവക്കുഴി തുറക്കിയല്ലേ, അതുകൊണ്ട് പഴയ ശവങ്ങളുടെ ചില ചീഞ്ഞ മണമൊക്കെ സ്വാഭാവികമായും വരുമായിരിക്കും എന്ന് ഞങ്ങൾ പരസ്പരം ആശ്വസിച്ചു. ഇനി ഒറ്റ കുത്തുകൂടി മതി. സൂരജ് പാരയെടുത്ത് സർവ്വശക്തിയും എടുത്ത് സ്ലാബിൻ്റെ വിടവിലേക്ക് ഒരൊറ്റ കുത്തുവെച്ച് കൊടുത്തു. പാറ പൊട്ടി മാറുന്നതുപോലെ വലിയൊരു ശബ്ദത്തോടെ ആ സ്ലാബ് താഴേക്ക് വീണു. തുറക്കപ്പെട്ട ആ ഇരുണ്ട ദ്വാരത്തിന് മുന്നിൽ ഞങ്ങൾ കിതപ്പോടെ നിന്നു. സ്ലാബ് താഴേക്ക് വീണതും സഹിക്കാൻ കഴിയാത്ത വിധം ചീഞ്ഞ മാംസത്തിൻ്റെ അതിരൂക്ഷമായ ഗന്ധം ഞങ്ങളുടെ മൂക്കിലേക്ക് അടിച്ചു കയറി. ശ്വാസം മുട്ടിക്കുന്ന ആ ദുർഗന്ധത്തിൽ ഞങ്ങൾ അറിയാതെ മൂക്കുപൊത്തി പുറകോട്ട് മാറിപ്പോയി. ആ മണം സഹിക്കാനാവാതെ കൂട്ടുകാരിൽ 2 പേർ അപ്പോൾ തന്നെ അവിടെ ഛർദ്ദിച്ചു. കാറിലിരുന്ന് അടിച്ച് പൂസായി ബോധമില്ലാതെ ഒരു വശത്ത് കിടന്നിരുന്ന രാജപ്പൻ ചേട്ടൻ വരെ ആ രൂക്ഷഗന്ധം അടിച്ചപ്പോൾ ഞെട്ടിയുണർന്നു. എന്താണ് സംഭവിച്ചതെന്നറിയാൻ ഒരു കൈകൊണ്ട് മൂക്ക് പൊത്തിപ്പിടിച്ച് ഞാൻ കല്ലറയ്ക്കകത്തേക്ക് ടോർച്ചടിച്ച് നോക്കി. കണ്ട കാഴ്ച എന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിപ്പിച്ചു. സാധാരണഗതിയിൽ ശവം വെച്ച് കഴിഞ്ഞ് 1-2 ദിവസം കഴിയുമ്പോൾ പെട്ടിയടക്കം അഴുകി ആ സ്ലോപ്പിലൂടെ ഊർന്ന് താഴെയുള്ള വലിയ കുഴിയിലേക്ക് വീഴാറാണ് പതിവ്. എന്നാൽ ഇതിപ്പോൾ പെട്ടി സഹിതം ആ ബോഡി കല്ലറയ്ക്കകത്ത് തന്നെ ഇരിക്കുകയാണ്. സ്ലോപ്പിൻ്റെ ചെരിവ് കുറവായതുകൊണ്ടാകാം ബോഡി താഴത്തെ കുഴിയിലേക്ക് പോകാതിരുന്നത്. ആ പെട്ടിക്കകത്ത് കിടക്കുന്ന പാതി കഴുകിയ ശവത്തിൽ നിന്നാണ് ഈ ഭീകരമായ ദുർഗന്ധം വമിക്കുന്നത്. ഞങ്ങളെല്ലാവരും കുടുങ്ങിയ അവസ്ഥയിലായി. ഈ കല്ലറ ഇങ്ങനെ തുറന്നു വെച്ച് തിരികെ പോകാനും പറ്റില്ല. ആ ഭയാനകമായ മണം കാരണം ഭാരമുള്ള സ്ലാബ് എടുത്ത് തിരികെ വയ്ക്കാനും കഴിയുന്നില്ല. ആരെങ്കിലും സഹായത്തിന് വിളിക്കാമെന്ന് വെച്ചാൽ എല്ലാവരുടെയും മൊബൈൽ ഫോണുകൾ ദൂരെ കാറിലാണ് വെച്ചിരിക്കുന്നത്. ഇതിനെല്ലാം പുറമെ മുക്കാലും ചീഞ്ഞ ശവത്തിൻ്റെ മുന്നിൽ പേടിയോടെയും വിറയലോടെയും ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥ. ചുറ്റും കാറ്റ് വീശുന്നുണ്ട്. ഇരുണ്ട ആകാശത്ത് മഴ മിക്കവാറും ഉടനെ പെയ്യുമെന്ന് ഞങ്ങൾക്ക് തോന്നി. ആ അർദ്ധരാത്രിയിൽ ശ്മശാനത്തിന് നടുവിൽ തുറന്നു വെച്ച അഴുകിയ ശവത്തിന് മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും പേടിച്ചു നിന്നു. ആ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു പോംവഴി പറഞ്ഞത് രാജപ്പൻ ചേട്ടൻ തന്നെയാണ്. രൂക്ഷഗന്ധം കാരണം പുള്ളിയുടെ മദ്യത്തിൻ്റെ ലഹരിയൊക്കെ കുറച്ചൊന്ന് ഇറങ്ങിയിരുന്നു. തൂമ്പ കല്ലറയിലേക്കിട്ട് ആ പെട്ടി മുന്നോട്ടും തള്ളുക. താഴേക്കൊന്ന് എണ്ണിയാൽ പിന്നെ ബോഡി സ്ലോപ്പിലൂടെ വഴി കുഴിയിലേക്ക് വീഴോളും. അത് താഴെ പോയാൽ ഈ സ്മെല്ലുണ്ടാവില്ല, രാജപ്പൻ ചേട്ടൻ പറഞ്ഞു. ഐഡിയ കൊള്ളാം, പക്ഷേ ആര് തള്ളും? നേരെ ചൊവ്വേ നിൽക്കാൻ പോലും ശേഷിയില്ലാത്ത രാജപ്പൻ ചേട്ടനെ കൊണ്ട് എന്തായാലും അതിന് കഴിവില്ല. ഞാൻ എൻ്റെ കൂട്ടുകാരനെ നോക്കി. അവരെല്ലാവരും ഭയന്ന് പറിച്ച് നിൽക്കുകയാണ്. ഈ പാതിരാത്രിയിൽ ദുർഗന്ധമോപിക്കുന്ന ആ ശവക്കല്ലറയ്ക്കുള്ളിൽ കൈയിടാൻ ആരും തയ്യാറായിരുന്നില്ല. ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഞാൻ തന്നെ ആ സാഹസം ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. ബോഡിയുടെ ആ അഴുകിയ ചീയൽ മണം അടിക്കാതിരിക്കാൻ ഞാനിട്ടിരുന്ന ഷർട്ട് ഊരി മൂക്കിലും വായിലും മുകളിലായി മുറുക്ക് കെട്ടി. ഉള്ളിലെ ഭയം മാറ്റാനായി കഴുത്തിൽ കിടന്നിരുന്ന കൊന്ത ഊരി വലതു കൈയിൽ മുറുക്ക് ചുറ്റി. കല്ലറയ്ക്കകത്തേക്ക് വീണ്ടും ടോർച്ചടിക്കാൻ ഞാൻ മനഃപൂർവ്വം തയ്യാറായില്ല. കാരണം പാതി കഴുകിയ ആ മൃതദേഹം ഒന്നുകൂടി കാണാനുള്ള മാനസികശേഷി എനിക്കില്ലായിരുന്നു. കണ്ടാൽ ഒരുപക്ഷെ എനിക്ക് ആ പെട്ടി തള്ളാനുള്ള ധൈര്യം ചോർന്നു പോകും. ഞാൻ ആ ഇരുട്ടിലേക്ക് നോക്കി കണക്കാക്കി തൂമ്പ വെച്ച് പെട്ടി താഴേക്ക് തള്ളാൻ തന്നെ ഉറപ്പിച്ചു. കൂട്ടുകാരുടെ മുഖത്തേക്ക് ഒരിക്കൽ കൂടി നോക്കി ഞാൻ ആ ഇരുണ്ട ദ്വാരത്തിന് മുന്നിലേക്ക് നീങ്ങി നിന്നു. കയ്യിലെ തൂമ്പയെടുത്ത് ഞാൻ ആ ഇരുണ്ട കല്ലറയിലേക്ക് വെച്ചു. എന്താണ് സംഭവിക്കാൻ പോകുന്നറിയാതെ ശ്വാസം മടക്കിപ്പിടിച്ച് പേടിച്ചു നിൽക്കുന്ന കൂട്ടുകാരെ ഞാൻ ഒന്നുകൂടി നോക്കി. പിന്നെ കണ്ണുകളടച്ച് ശ്വാസമൊന്ന് ഉള്ളിലേക്ക് വലിച്ച് സകല ദൈവങ്ങളെയും മനസ്സിൽ വിളിച്ച് സർവ്വശക്തിയുമെടുത്ത് ആ പെട്ടി നേരെ ഒരൊറ്റ കൂത്ത്. തൂമ്പ കട്ടിയുള്ള എന്തിലോ തുളച്ച് കയറുന്ന പോലെ എനിക്ക് തോന്നി. അതിനോടൊപ്പം നേരിയ ഒരു തേങ്ങൽ ശബ്ദവും ഞാൻ കേട്ടു. ഞാൻ ഞെട്ടിത്തരിച്ചുപോയി. ആ കല്ലറയ്ക്കകത്തു നിന്നല്ലേ ഇപ്പോൾ ആ ശബ്ദം വന്നത്? അതോടൊപ്പം മുമ്പുണ്ടായിരുന്നതിനേക്കാൾ അതിരൂക്ഷമായ ഗന്ധം പുറത്തേക്ക് വമിക്കാൻ തുടങ്ങി. എവിടുന്ന് കിട്ടിയ ധൈര്യമെന്നറിയില്ല. ഞാൻ കല്ലറയ്ക്കകത്തേക്ക് ടോർച്ചടിച്ച് നോക്കി. എൻ്റെ തലച്ചോറ് മരവിച്ചു പോകുന്ന കാഴ്ചയായിരുന്നു അത്. ആ ടെൻഷനിൽ തൂമ്പ തിരിച്ചു പിടിച്ചാണ് ഞാൻ അകത്തേക്ക് തള്ളിയത്. തൂമ്പയുടെ കൂർത്ത ഇരുമ്പ് ഭാഗം പെട്ടി തുളച്ച് അഴുകിയ ബോഡിയുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങിയിരിക്കുന്നു. ഭയവും അറപ്പും കാരണം എൻ്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ വേഗത്തിൽ തൂമ്പ തിരിച്ച് വലിച്ചുരിയെടുത്തു. ബോഡിയിലേക്ക് കയറിയ തൂമ്പയുടെ ഭാഗത്ത് കുറേ പുഴുക്കളും തലമുടിയും പിന്നെ ചീഞ്ഞ ശവത്തിലെ അഴുകിയ മാംസവും പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഭയാനകമായ കാഴ്ച കണ്ടതും ആ ദുർഗന്ധം ശ്വസിച്ചതും ഞാൻ അവിടെ കിടന്ന് ഒരൊറ്റ ഛർദിയായിരുന്നു. തലകറങ്ങി താഴേക്ക് മറിഞ്ഞു വീഴാൻ തുടങ്ങിയ എന്നെ കൂട്ടുകാരെല്ലാവരും ഓടി വന്ന് താങ്ങിപ്പിടിച്ചു. പെട്ടെന്നാണ് എന്തോ നിരങ്ങിപ്പോകുന്ന ശബ്ദം ഞാൻ കേട്ടത്.
തുമ്പ വലിച്ചുരിയതിൻ്റെ ബലത്തിൽ ശവപ്പെട്ടി സ്ലോപ്പിലൂടെ താഴെയുള്ള വലിയ കുഴിക്കകത്തേക്ക് ഊർന്നു നീങ്ങുകയായിരുന്നു. പെട്ടി താഴേക്ക് പിടിച്ച ആ നിമിഷം ഞങ്ങൾ 4 പേരും ഇരുട്ടിൽ വ്യക്തമായി കേട്ടു. ശൂന്യമായ ആ കല്ലറയ്ക്കകത്തു നിന്നും ഒരു ശബ്ദം, ഒരു പെൺകുട്ടിയുടെ ഹൃദയം പിളർക്കുന്ന ഒരു തേങ്ങൽ. ആ പെൺകുട്ടിയുടെ തേങ്ങിക്കരച്ചിൽ കേട്ടതും ഞങ്ങളുടെ ഞരമ്പുകളിലെ രക്തം മരവിച്ചു പോയി. പിന്നെ അവിടെ ഒരു നിമിഷം പോലെ നിൽക്കാൻ ഞങ്ങൾക്ക് ആർക്കും തോന്നിയില്ല. പേടി കാരണം കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നെങ്കിലും ജീവനും കൊണ്ടുള്ള ഓട്ടമായിരുന്നു പിന്നീട്. ഭയത്താൽ ചുരുണ്ടുകൂടിയ രാജപ്പൻ ചേട്ടനെയും വലിച്ചെടുത്ത് തോളിലേറ്റി ആ ഇരുട്ടിലൂടെയും കുണ്ടും കുഴിയുമുള്ള വഴിയിലൂടെയും ഞങ്ങൾ കാറിലേക്ക് പാഞ്ഞു. എങ്ങനെ വണ്ടി എടുത്തുവെന്നും ആ പാതിരാത്രിയിൽ എങ്ങനെ ഞങ്ങൾ 4 പേരും വീടുകളിൽ തിരിച്ചെത്തിയെന്നും ഇന്നും ആർക്കും വ്യക്തമായി ഓർമ്മയില്ല. പിറ്റേ ദിവസം കൂട്ടുകാരൻ്റെ അച്ഛൻ്റെ ശവമടക്കിന് ഞങ്ങൾ ആരും തന്നെ പോയില്ല. രാത്രിയിലെ ഭയാനകമായ സംഭവത്തിൻ്റെ നടുക്കത്തിൽ പേടിച്ചു വിറച്ച് കടുത്ത പനി പിടിച്ച് കിടപ്പായ ഞങ്ങൾക്കെങ്ങനെ പോകാൻ കഴിയും? ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു നടക്കുന്ന സത്യം അറിയാൻ കഴിഞ്ഞു. അന്ന് രാത്രി തുറന്ന കല്ലറയിൽ മാസങ്ങൾക്ക് മുമ്പ് അടക്കം ചേരുന്നത് കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്ത ഒരു യുവതിയുടെ മൃതദേഹമായിരുന്നു. അതറിഞ്ഞപ്പോൾ ഞങ്ങളുടെ പേടി ഇരട്ടിയായി. വല്ല ബാധയും കൂടിയോ എന്ന ഭയം നാളുകളോളം ഞങ്ങളെ വേട്ടയാടി. ആർക്കെങ്കിലും എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്ന് കരുതി ഞങ്ങൾ ഭയന്ന് വിറച്ചു. എന്നാൽ ഭാഗ്യവശാൽ അനിഷ്ട സംഭവങ്ങൾ ഒന്നും ഉണ്ടായില്ല. എന്തായാലും വന്ന ആ കല്ലറയിൽ നിന്നും ശബ്ദം കേട്ട കാര്യമൊന്നും ഞങ്ങൾ പുറത്താരോടും പറഞ്ഞില്ല. പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ. പാതിരാത്രിയിൽ മദ്യപിച്ചു പോയ ഞങ്ങളുടെ വെറുമൊരു തോന്നലാണെന്ന് പറഞ്ഞ് അവരെല്ലാവരും അത് തള്ളിക്കളയും. വർഷങ്ങൾ പലത് കഴിഞ്ഞു. ഈ സംഭവങ്ങളെല്ലാം ഞങ്ങൾ പതിയെ മറന്നു തുടങ്ങി. എങ്കിലും ഇടയ്ക്ക് ഏകാന്തനായി ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആ രാത്രി ഓടിയെത്തും. ഞാൻ വെറുതെ ആലോചിക്കും, അന്ന് പാതിരാത്രിയിൽ ആ കല്ലറിൽ നിന്ന് കേട്ടത് ശരിക്കും ആ പെൺകുട്ടിയുടെ കരച്ചിൽ തന്നെയായിരുന്നോ? ഇരുമ്പുപാര ആഴ്ന്നിറങ്ങിയപ്പോൾ അഴുകിയ ആ ശവത്തിന് ശരിക്കും വേദനിച്ചിരിക്കുമോ? ചിത്തിരപുരമെന്ന ആ കുഗ്രാമം ഇപ്പോൾ ഗാഠനിദ്രയിലായിരുന്നു. രാത്രിയുടെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ആ ഗ്രാമത്തിലേക്കുള്ള അന്നത്തെ അവസാന ബസ് കിതച്ചുകൊണ്ട് വന്നെത്തി. ബസ് നിന്നതും കയ്യിൽ പഴയൊരു തകരപ്പെട്ടിയുമായി ഒരാൾ പുറത്തേക്ക് ഇറങ്ങി. സുമുഖനും ഒത്ത ശരീരവുമുള്ള ഒരു ചെറുപ്പക്കാരൻ ഹരിപ്രസാദ്. 5 നീണ്ട വർഷങ്ങൾക്ക് ശേഷമാണ് അവർ സ്വന്തം മണ്ണിലേക്ക് തിരിച്ചെത്തുന്നത്. ഹരി ചുറ്റും കണ്ണോടിച്ചു. വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും തൻ്റെ ഗ്രാമത്തിന് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്നവന് തോന്നി. ദൂരെ മങ്ങിയ വെളിച്ചത്തിൽ ഗോപാലേട്ടൻ്റെ പെട്ടിക്കട വ്യക്തമായി കാണാം. പഴയ അതേ മാടക്കട. ഒരു റാന്തൽ വിളക്കിൻ്റെ വെളിച്ചം അവിടെ നിന്നും മിന്നിമറയുന്നുണ്ട്. കടയ്ക്ക് മുന്നിലെ ബെഞ്ചിലിരുന്ന് 3 പേർ സ്വറ പറയുന്നുണ്ടായിരുന്നു. ബസ്സിൽ നിന്നിറങ്ങിയ അപരിചിതനെ അവർ സൂക്ഷിച്ചു നോക്കി. ഹരിയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് തന്നെ കുടുംബത്തിൻ്റെ ഓർമ്മകൾ വന്നെത്തി. മണലാട്ട് തറവാട്ടിലെ കാര്യസ്ഥനായ അച്ഛൻ ശങ്കരൻ, അവിടുത്തെ അടുക്കളയുടെ മേൽനോട്ടം വഹിക്കുന്ന സ്നേഹമയ്യായ അമ്മ, പിന്നെ എൻ്റെ കുഞ്ഞരിയത്തി ദേവൂട്ടി. 5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാത്രിയിൽ നാട് വിട്ട് പട്ടാളത്തിൽ ചേർന്നതാണ് അവൻ. അതിനുശേഷമുള്ള ആദ്യത്തെ വരവാണിത്. ഹരി പതുക്കെ ഗോപാലൻ ചേട്ടൻ്റെ കടയ്ക്ക് അടുത്തേക്ക് നടന്നു. വെളിച്ചത്തിലേക്ക് കയറിയ അവനെ കണ്ടിട്ട് ആർക്കും പെട്ടെന്ന് മനസ്സിലായില്ല. ആരാ? ഗോപാലൻ ചേട്ടൻ കണ്ണുകൾ കൂർപ്പിച്ചുകൊണ്ട് നോക്കി ചോദിച്ചു. എൻ്റെ പേര് ഹരിപ്രസാദ്, പട്ടാളത്തിൽ നിന്ന് വരികയാണ്, ശങ്കരൻ്റെ മകനാണ്. ഹരി ശാന്തമായി മറുപടി നൽകി. അയാളും അവിടെ നിന്നവരും അത്ഭുതത്തോടെ പരസ്പരം നോക്കി. അവർക്ക് സ്വന്തം ചെവികളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ ഭാവം കണ്ട് ഹരിക്ക് ചിരി വന്നു. അവൻ പറഞ്ഞു, അതേ ഗോപാലേട്ടാ, 5 കൊല്ലം മുമ്പ് നാട് വിട്ടുപോയ അതേ ഹരി തന്നെ. അപ്പോഴാണ് ഗോപാലൻ ചേട്ടന് ആളെ ശരിക്കും പിടികിട്ടിയത്. ആളുടെ മുഖത്ത് വലിയൊരു സന്തോഷം വിടർന്നു. എൻ്റെ മോനെ, നീ ആള് വല്ലാതെ വളർന്നു പോയല്ലോ. ചേട്ടാ, ഒരു പാക്കറ്റ് സിസേഴ്സ്. അവൻ പണം നീട്ടിക്കൊണ്ട് പറഞ്ഞു. സിഗരറ്റ് വാങ്ങി ഒരെണ്ണം ചുണ്ടിൽ വെച്ച് കത്തിച്ചുകൊണ്ട് അവൻ വീട്ടിലേക്കുള്ള ഇടവഴിയിലേക്ക് തിരിഞ്ഞു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അവൻ ആ ഗ്രാമത്തിലെ മണ്ണിലൂടെ നടക്കുകയാണ്. സമയം അധികമൊന്നും വൈകിട്ടില്ലെങ്കിലും ഗ്രാമവാസികൾ നേരത്തെ തന്നെ ഉറക്കം തുടങ്ങിയതുപോലെ വല്ലാത്ത നിശബ്ദത അവിടെ തളം കെട്ടി നിന്നു. വീട്ടിലെത്താൻ ഇനിയും അരമണിക്കൂറോളം നടക്കണം. പാത തികച്ചും വിജനമായിരുന്നു. ഇരുവശത്തും തിങ്ങി നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകളും വാഴത്തോപ്പുകളും മാത്രം. വഴിവിളക്കുകൾ ഒന്നുമില്ല. നേരിയ നിലാവെളിച്ചത്തിൽ മുന്നോട്ടുള്ള വഴി അവൻ കണ്ടുപിടിച്ചു. താൻ വരുന്ന വിവരം അറിയിച്ചുകൊണ്ട് കഴിഞ്ഞ ആഴ്ച അവനൊരു കത്തെഴുതിയിരുന്നു. പോരാത്തതിന് ഇന്നലെ ടെലഗ്രാമും വഹിച്ചു. അത് അവർക്ക് കിട്ടിക്കാണും. തൻ്റെ വരവും കാത്ത് അച്ഛനും അമ്മയും അനിയത്തിക്കുട്ടിയും ഉറങ്ങാതെ കാത്തിരിപ്പുണ്ടാകും. വീണ്ടും അവരെ കാണാൻ പോകുന്ന സന്തോഷത്തിൽ
അവൻ്റെ നടത്തത്തിൻ്റെ വേദന കൂട്ടി. ഇരുട്ട് വീണ വഴികളിലൂടെ നടപ്പാതയിലൂടെ ഹരി മുന്നോട്ട് നടന്നു. രണ്ടു വശത്തും തലയുയർത്തി നിൽക്കുന്ന തെങ്ങുകളും ഇരുളടഞ്ഞ വാഴത്തോട്ടങ്ങളും മാത്രം. നേരിയ നിലാവെളിച്ചത്തിൽ സ്വന്തം നിഴലിനെ കൂട്ടുപിടിച്ച് അവൻ ചുവടുകൾ വെച്ചു. ചിന്തകൾ പതുക്കെ ആ കുടുംബത്തിലേക്ക് നീണ്ടു. താൻ നാട് വിടുമ്പോൾ അനിയത്തി ദേവികക്കുട്ടിക്ക് വെറും 13 വയസ്സായിരുന്നു പ്രായം. ഇപ്പോൾ അവൾ 18കാരിയായി കാണും. 10ാം ക്ലാസ്സിൽ തോറ്റ അവൾക്ക് പിന്നെ എന്ത് പഠിക്കാനാണ്? ഇനി അവളെ നല്ലൊരു ചെറുക്കനെ കണ്ടെത്തി കല്യാണം കഴിപ്പിച്ചയക്കണം. അതിനുള്ള സമ്പാദ്യമൊക്കെ ഉണ്ടാക്കി പുതിയ വീടിനെ പണിയും തുടങ്ങണം. പട്ടാളത്തിൽ നിന്ന് 3 മാസം ലീവുണ്ട്. അതിനുള്ളിൽ കാര്യങ്ങളൊക്കെ ഒരുവിധം ശരിയാക്കണം. നടത്തത്തിനിടയിൽ അവൻ്റെ ചിന്തകൾ പതുക്കെ പുറകോട്ട് സഞ്ചരിച്ചു. മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയത് മാളവികയുടെ മുഖമാണ്. തൻ്റെ പ്രിയപ്പെട്ട കളിക്കൂട്ടുകാരി. അവളിപ്പോൾ എവിടെയാകും? അവളുടെ കല്യാണം കഴിഞ്ഞു കാണുമോ? അതോ തനിക്ക് വേണ്ടി ഇപ്പോഴും കാത്തിരിക്കുകയാണോ? അവസാനമായി സർപ്പക്കാവിൽ വെച്ച് ഞങ്ങൾ ഒന്നായതും അവളെ വീട്ടുകാർ ബലമായി പിടിച്ചുകൊണ്ടുപോയതും താൻ ഇരുട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടതും എല്ലാം ഒരു ചലച്ചിത്രം പോലെ അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. വഴിയിൽ ഒരു മനുഷ്യക്കുഞ്ഞു പോലുമില്ല. വല്ലാത്തൊരു മൂകത ആ പ്രദേശമാകെ തളം കെട്ടി നിന്നിരുന്നു. പെട്ടെന്നാണ് അപ്രതീക്ഷിതമായി ഒരു കരിമ്പൂച്ച റോഡിന് കുറുകെ ചാടിയത്. ഹരി പെട്ടെന്ന് നിന്നുപോയി. ആ കരിമ്പൂച്ച ഇരുട്ടിൽ നിന്ന് അവനെ തന്നെ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ചുവന്ന കണ്ണുകൾ അന്ധകാരത്തിൽ തിളങ്ങി നിന്നു. അറിയാതെ അവൻ്റെ ഉള്ളിൽ ഒന്ന് ഞെട്ടി. ഒരു പട്ടാളക്കാരനായിട്ടും താൻ ഇതിനെയൊക്കെ പേടിക്കുന്നോ? അവൻ സ്വയം ചോദിച്ചു. ധൈര്യം സംഭരിച്ച് അവൻ വീണ്ടും യാത്ര തുടർന്നു. എന്നാൽ മുന്നോട്ട് നടക്കും തോറും അവനിൽ ആ ഭയം വീണ്ടും ചിരിച്ചു. തന്നെ ആരോ അദൃശ്യമായി പിന്തുടരുന്ന പോലെ അവന് തോന്നി. പെട്ടെന്ന് അവൻ തിരിഞ്ഞു നോക്കി. ആരുമില്ല. കാറ്റിലിളകുന്ന വാഴയിലകൾ മാത്രം. തൻ്റെ തോന്നലാകുമെന്ന് കരുതി അവൻ വീണ്ടും നടക്കാൻ തുടങ്ങി. അമ്പലപ്പറമ്പും സർപ്പക്കാവും ലക്ഷ്യമാക്കി. കയ്യിലുള്ള തകരപ്പെട്ടിക്ക് നല്ല ഭാരമുള്ളതുകൊണ്ട് ഹരിയുടെ നടത്തത്തിൻ്റെ വേഗത കുറഞ്ഞിരുന്നു. അമ്പലപ്പറമ്പും അതിനോട് ചേർന്നുള്ള സർപ്പക്കാവും കഴിഞ്ഞു വേണം അവന് സ്വന്തം വീട്ടിലെത്താൻ. രാത്രിയുടെ നിശബ്ദതയിൽ അവൻ്റെ കാലച്ചുകൾ മാത്രം കേൾക്കാം. സർപ്പക്കാവിനടുത്തെത്തിയപ്പോൾ പെട്ടെന്ന് കാവിനുള്ളിൽ ചെറിയൊരു അനക്കം ശ്രദ്ധിച്ചു. മരങ്ങൾക്കിടയിൽ നിന്നും ഒരു രൂപം പതുക്കെ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഇരുട്ടിലേക്ക് കണ്ണുകൾ കൂർപ്പിച്ച് നോക്കിയ ഹരിയുടെ ഉള്ളൊന്ന് കാളി. ആ സമയത്ത് ഒരു പെണ്ണ്, അതും ഈ ഇരുട്ടിൽ ഒറ്റയ്ക്ക്. ചുവന്ന പട്ടുപാവാടിയും വെള്ള ധാവണിയുമാണ് അവളുടെ വേഷം. അവിടെയൊക്കെ മുല്ലപ്പൂവിൻ്റെ അതിതീവ്രമായ ഗന്ധം പടർന്നു. അത് ഹരിയെ വല്ലാതെ മത്തുപിടിപ്പിച്ചു. ആരായിരിക്കും ഈ സമയത്ത്? അവൾ അടുത്തെത്തിയപ്പോൾ ആ മുഖം നേരിയ വെളിച്ചത്തിൽ വ്യക്തമായി. അവൾ അവനെ സാഹൂർദം നോക്കി വശ്യമായി ചിരിച്ചു. ഹരിക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഹരിയേട്ടാ, എന്നെ മനസ്സിലായില്ലേ? ഞാൻ മാളവിക, ചേട്ടൻ്റെ കളിക്കൂട്ടുകാരി. ഹരി അവളെ മിഴിച്ചു നോക്കിപ്പോയി. ഇവൾ ഇത്രയ്ക്കും വളർന്നു പോയോ? എന്തൊരു സൗന്ദര്യം! ഒതുങ്ങിയ ശരീരവും ഐശ്വര്യം തുളുമ്പുന്ന മുഖവും. അവൻ അവളിൽ നിന്ന് കണ്ണെടുക്കാതെ ചോദിച്ചു, എൻ്റെ മാളു, നീ എന്താ ഒറ്റയ്ക്ക് ഈ രാത്രിയിൽ? ചേട്ടനെയും കാത്ത് ഞാനും കൂട്ടുകാരികളും കുറേ നേരം നിന്നു. പിന്നെ ഞാൻ അവരോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. വഴിയിലേക്ക് നോക്കി നിന്ന് എൻ്റെ കണ്ണ് കഴിച്ചു. എന്തായാലും ചേട്ടൻ വന്നല്ലോ, എനിക്ക് അത് മതി. അവളുടെ ശബ്ദത്തിൽ പ്രണയവും പരിഭവവും നിറഞ്ഞു നിന്നു. എന്നാലും ഈ രാത്രിയിൽ ഒറ്റയ്ക്ക് വന്നിട്ട് വീട്ടിൽ അന്വേഷിക്കില്ലേ വേണേ? അവൻ വേവലാതിയോട് ചോദിച്ചു. മണലാട്ട് തറവാട്ടിലെ ഒരേ ഒരു പെൺകുട്ടിയാണ് മാളവിക. അവളെ ഇങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ അവർ എങ്ങനെ ധൈര്യപ്പെട്ടുവെന്ന് അവൻ അത്ഭുതപ്പെട്ടു. അവൾ പരിഭവത്തോടെ പറഞ്ഞു, എന്നാലും എത്ര കൊല്ലമായിട്ടും എനിക്കൊരു കത്തെഴുതാൻ ചേട്ടന് തോന്നിയില്ലല്ലോ. ദേവിയോട് ഞാൻ ചേട്ടനെപ്പറ്റി ചോദിക്കാറുണ്ട്, പക്ഷേ അവൾ ഒന്നും പറയില്ല. ഞാൻ എത്ര സങ്കടപ്പെട്ടുവെന്നറിയാമോ? സാരമല്ല, ചേട്ടൻ വന്നല്ലോ. വീടടുത്തല്ലേ ചേട്ടാ, അതുകൊണ്ട് എനിക്ക് പേടിയില്ല. അതാണ് ഒറ്റയ്ക്ക് വന്നത്. ചേട്ടനെ കാണാൻ എനിക്ക് വല്ലാത്ത കൊതിയായിരുന്നു. അവൾ അവരെ നോക്കി വീണ്ടും വശ്യമായി ചിരിച്ചു. ആ കണ്ണുകളിലേക്ക് നോക്കിയ ഹരിക്ക് വല്ലാത്തൊരു മാസ്മരിക ശക്തിക്ക് താൻ അടിമപ്പെടുന്ന പോലെ തോന്നി. ചേട്ടൻ വല്ലാതെ വളർന്നല്ലോ, നല്ല സുന്ദരനായി. അവൾ നാണത്തോടെ പറഞ്ഞു. നീയും വളർന്നു വേണേ, ഞാൻ നിന്നെ സ്വന്തമാക്കും എൻ്റെ തമ്പുരാട്ടിക്കുട്ടി. ഹരിയുടെ വാക്കുകളിൽ ഉറപ്പുണ്ടായിരുന്നു. അതിന് വീട്ടുകാർ സമ്മതിക്കേണ്ടേ ചേട്ടാ. ഇപ്പോൾ എന്നെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് പോയിക്കോ. നാളെ സർപ്പക്കാവിൽ വരണം. എനിക്ക് ചേട്ടനോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അവൾ തിരിഞ്ഞു നടന്നു. മണലാട്ട് തറവാട്ടിൻ്റെ വലിയ പടിപ്പുര തുറന്ന് അവൾ അകത്തേക്ക് കയറി. ഒരുപാട് കാലപ്പഴക്കം ചെന്ന ആ തറവാട്ടിൽ ഇപ്പോൾ ആളനക്കമില്ലാത്തതുപോലെ തോന്നി. എവിടെയോ ഒരു ചിമ്മിനി വിളക്കിൻ്റെ വെട്ടം മാത്രം. അവൾ ആ ഇരുട്ടിലേക്ക് നടന്നു പറയുന്നത് ഹരി നോക്കി നിന്നു. പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ അവൻ തൻ്റെ വീട്ടിലേക്കുള്ള നടത്തം വേഗത്തിലാക്കി.
തൊട്ടടുത്ത് തന്നെയാണ് അവനെ കാത്ത് അച്ഛനും അമ്മയും ഇരിക്കുന്ന തൻ്റെ സ്വന്തം വീട്. വീട്ടിലെ ഉമ്മറപ്പടിയിൽ വിളക്കിൻ്റെ വെളിച്ചത്തിൽ അവനെയും കാത്ത് അച്ഛനും അമ്മയും പെങ്ങൾ ദേവികയും ഇരിപ്പുണ്ടായിരുന്നു. അവനയച്ച ടെലഗ്രാം അവർക്ക് നേരത്തെ കിട്ടിയിരുന്നു. ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കയറി വന്ന അവനെ കണ്ടതും ദേവിക ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചു. അവളുടെ കണ്ണുകൾ അപ്പോൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. എൻ്റെ ഹരിയേട്ടാ, അവൾ വിതുമ്പി. എൻ്റെ മോനെ, നീ വന്നോടാ. കണ്ണീരോടെ അമ്മയും വന്ന് അവരെ മാറോടി ചേർത്തു. അച്ഛൻ ശങ്കരൻ യാതൊന്നും മിണ്ടാതെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും മകനെ തന്നെ നോക്കി നിന്നു. എത്ര കൊല്ലമായി അവൻ പോയിട്ട്. അവനാകെ മാറിയിരിക്കുന്നു, വളർന്നിരിക്കുന്നു. ആ അച്ഛൻ്റെ കണ്ണുകളിൽ അപ്പോൾ പറഞ്ഞറിയിക്കാനാകാത്ത ഒരു തിളക്കമായിരുന്നു. വാടാ മോനെ, നീ ക്ഷീണിച്ച് കാണും, ഞാൻ വേഗം ചോറ് വിളമ്പട്ടെ, അമ്മ സ്നേഹത്തോടെ പറഞ്ഞു. ആദ്യം ഞാനൊന്ന് കുളിക്കട്ടെ അമ്മേ, വല്ലാത്ത ക്ഷീണം. അവൻ തൻ്റെ പെട്ടി താഴെ വെച്ചു. അമ്മ അവന് കുളിക്കാനുള്ള തോർത്തും സോപ്പും എടുത്തു കൊടുത്തു. വീട്ടുവളപ്പിലെ കിഴക്കറ്റിൻകരയിലേക്ക് അവൻ നടന്നു. ഇരുട്ടാണെങ്കിലും ആ പരിസരം മനപ്പാടമായിരുന്നു. എത്ര കാലമായി ഈ കിണറ്റിലെ തണുത്ത വെള്ളത്തിലൊന്ന് കുളിച്ചിട്ട്. തൊട്ടി വെള്ളത്തിലേക്കിട്ട് അവൻ വെള്ളം കോരി ഒഴിച്ചു. ഹോ, എന്തൊരു സുഖം! അവരാ യാത്രാക്ഷീണം പകുതിയും ആ തണുത്ത വെള്ളത്തിൽ അലിഞ്ഞില്ലാതെയായി. കുളിക്കുന്നതിനിടയിൽ അവൻ ചുറ്റും വെറുതെ ഒന്ന് കണ്ണോടിച്ചു. പെട്ടെന്ന് തന്നെ ആരോ ഇരുളിൽ നിന്ന് സൂക്ഷിച്ചു നോക്കുന്നത് പോലെ അവന് തോന്നി. അവൻ വീണ്ടും ഇരുട്ടിലേക്ക് നോക്കി. അതാ അവൾ തന്നെ തെങ്ങിൻ ചോട്ടിൽ നിന്ന് അവനെ തന്നെ നോക്കി ചിരിക്കുന്നു. ഇവക്കെന്താ വട്ടാണോ ഈ പാതിരാത്രിയിൽ ഒരു പേടിയുമില്ലാതെ ഇവിടെ വന്ന് നിൽക്കാൻ? തല തോർത്തിക്കൊണ്ട് അവൻ വീണ്ടും ആ തെങ്ങിൻ ചൂട്ടിലേക്ക് നടന്നു. അവിടെ ശൂന്യം. അവളെ കാണാനില്ല. അവൾ പോയോ? അതോ എൻ്റെ തോന്നലായിരുന്നോ? അവൻ്റെ ഉള്ളിൽ നേരിയൊരു സംശയം തോന്നി തുടങ്ങിയിരുന്നു. അവൻ വേഗം കുളി കഴിഞ്ഞ് ഉമ്മറത്തേക്ക് നടന്നു. അമ്മ അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണം വിളമ്പി വെച്ചിരുന്നു. എത്ര കൊല്ലമായി അമ്മയുണ്ടാക്കുന്ന ഈ രുചിയുള്ള ഭക്ഷണം കഴിച്ചിട്ട്. മീൻകറിയുടെയും പൊരിച്ചതിൻ്റെയും ഗന്ധം അവൻ്റെ വിശപ്പ് കൂട്ടി. അവൻ ആർത്തിയോടെ അത് കഴിച്ചു. കഴിക്കുന്നതിനിടയിൽ ദേവിക അവനെ കണ്ണിമ വയ്ക്കാതെ നോക്കി എന്തൊക്കെയോ വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. നീ ഉറങ്ങാൻ നോക്ക് വേണേ, അവന് നല്ല ക്ഷീണം കാണും, പോയി കിടന്നു, ബാക്കി നമുക്ക് നാളെ സംസാരിക്കാം. അമ്മ ദേവികയെ സ്നേഹത്തിൽ ശാസിച്ചു. ഭക്ഷണം കഴിഞ്ഞ് ഹരി പഴയ കിടപ്പുമുറിയിലേക്ക് പോയി. വർഷങ്ങൾക്ക് ശേഷം സ്വന്തം മുറിയിലെ ആ കട്ടിലിൽ കിടന്നപ്പോൾ അവൻ്റെ മനസ്സ് വീണ്ടും പഴയകാല ഓർമ്മകളിലേക്ക് തെന്നിമാറാൻ തുടങ്ങി. കണ്ണുകൾ പതുക്കെ അടഞ്ഞു വരുമ്പോഴും മാളവികയുടെ വശ്യമായ ചിരി അവനെ അസ്വസ്ഥമാക്കുന്നുണ്ടായിരുന്നു. പഴയകാല ഓർമ്മകളിൽ മുഴുകി തൻ്റെ മുറിയിൽ കിടക്കുകയായിരുന്നു ഹരിപ്രസാദ്. ജനലിലൂടെ അരിച്ചെത്തുന്ന നേരിയ നിലാവെളിച്ചം മുറിയുടെ ഒരു കോണിൽ വീണുകിടപ്പുണ്ട്. യാത്രാക്ഷീണം കാരണം കണ്ണുകൾ അടഞ്ഞു വന്നിരുന്നെങ്കിലും മനസ്സ് ഉറങ്ങാൻ വിസമ്മതിച്ചു. സർപ്പക്കാവിൽ വെച്ച് കണ്ട മാളവികയുടെ മുഖം തന്നെയായിരുന്നു അവൻ്റെ മനസ്സ് മുഴുവൻ. പെട്ടെന്നാണ് ജനലിനരികിലൂടെ ഒരു നിഴൽ രൂപം കടന്നുപോയത്. ഹരി ഞെട്ടിയുണർന്നു. തൻ്റെ തോന്നലാണോ? അവൻ കിടക്കയിൽ നിന്നും ജനാലയുടെ പുറത്തേക്ക് എത്തി നോക്കി. എന്ത്? പുറത്ത് ഇരുട്ട് മാത്രം, ആരെയും കാണുന്നില്ല. കിടക്കാൻ തിരിഞ്ഞതും പുറത്തു നിന്നും ഒരു ശബ്ദം കേട്ടു. വളരെ പരിചിതമായ എന്നാൽ നേരിയ മാറ്റമുള്ള ആ ശബ്ദം അവനെ വിളിച്ചു. ഹരിയേട്ടാ, ഞാനാണ് മാളവിക, വെളിയിൽ വരുമോ? ഹരിയുടെ നെഞ്ചിരിപ്പ് കൂടി. ഈ അർദ്ധരാത്രിയിൽ വീണ്ടും അവളോ? അവൻ വീട്ടുകാർ ഉണരാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ശബ്ദമുണ്ടാക്കാതെ പതിയെ പുറകിലെ വാതിൽ തുറന്ന് മുറ്റത്തേക്ക് ഇറങ്ങി. അവിടെ ഇരുട്ടിൽ അവൾ നിൽപ്പുണ്ടായിരുന്നു. അവൾ അവരെ നോക്കി വശ്യമായി ചിരിച്ചു. ആ ചിരിയിൽ എന്തോ ഒരു വന്യതയുണ്ടായിരുന്നു. ആ നിമിഷം വെളുത്ത വസ്ത്രമണിഞ്ഞ് നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ ഒരു യക്ഷിയെപ്പോലെയാണ് അവൾക്ക് തോന്നിയത്. ഒന്നും മിണ്ടാതെ അവൾ തെങ്ങിൻ തോപ്പിലേക്ക് നടക്കാൻ തുടങ്ങി. അവളുടെ മാസ്മരിക ശക്തിക്ക് മുന്നിൽ പൂർണ്ണമായും അടിമപ്പെട്ടവരെ പോലെ ഹരി അവൾക്ക് പിന്നാലെ നടന്നു. ഇരുട്ടിലേക്ക് നടന്നു നീങ്ങുന്നതിനിടയിൽ അവൾ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. ഓരോ തവണ നോക്കുമ്പോഴും അവളുടെ മുഖത്തെ വശ്യത ഏറി വരുന്നത് പോലെ അവന് തോന്നി. അവർ വീടിൻ്റെ പരിസരത്ത് നിന്നും ഏറെ അകലെ എത്തിയിരുന്നു. ചുറ്റും കൂരിരുട്ട് മാത്രം. മുന്നിൽ നടക്കുന്ന മാളവികയുടെ രൂപം പെട്ടെന്ന് എവിടെയോ മാഞ്ഞുപോയി. ഹരിക്ക് വല്ലാത്തൊരു ഭയം തോന്നിത്തുടങ്ങി. താൻ എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഇരുട്ടിൽ അവന് ഒന്നും വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. മാളു, അവൻ വിളിക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് ആ കൂരിലിൽ ഒരു പൊട്ടിച്ചിരി മുഴങ്ങി. 1000 കുപ്പിവളകൾ ഒരുമിച്ച് കിലുങ്ങുന്നത് പോലെ അതിഭീകരമായ ഒരു ശബ്ദം. ആ ചിരിയുടെ മാറ്റിലി തെങ്ങിൻതോപ്പാകെ പ്രതിധ്വനിച്ചു. ഒരു നിമിഷം ഹരിയുടെ രക്തം മരവിച്ചു പോയി. അവൻ നിന്നിപ്പിൽ നടുങ്ങി വിറച്ചുപോയി. ആ നിമിഷം വരെ ഉണ്ടായിരുന്ന പ്രണയത്തിൻ്റെ സ്ഥാനത്ത് വലിയൊരു ഭയം അവനെ വലിഞ്ഞു മുറുക്കി. ആ ഭയാനകമായ പൊട്ടിച്ചിരി പെട്ടെന്ന് നിന്നു. ഇരുളിൽ നിന്നും അവൾ മെല്ലെ അവന് നേരെ തിരിഞ്ഞു. അവൾ അവനെ രൂക്ഷമായി നോക്കി. നിലാവിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ അവളുടെ മുഖം അവൻ വ്യക്തമായി കണ്ടു. വശ്യത നിറഞ്ഞു തരുന്ന ആ മുഖം ഇപ്പോൾ വികൃതമായിരിക്കുന്നു.
അവളുടെ കണ്ണുകൾക്ക് തീക്കനലിൻ്റെ നിറമായിരുന്നു. വിടർന്ന ചുണ്ടുകൾക്കിടയിൽ ഇരുവശത്തേക്കും തള്ളി നിൽക്കുന്ന നീണ്ട പല്ലുകൾ അവൻ നടുക്കത്തോടെ കണ്ടു. ഭയം കൊണ്ട് ഹരിയുടെ തൊണ്ട വരണ്ടു, കാലുകൾ വിറച്ചു. പണ്ട് നാട് വിടും മുമ്പ് അമ്മ ഏതോ പൂജാരിയിൽ നിന്നും ജപിച്ചു വാങ്ങി അവൻ്റെ അരയിൽ കെട്ടിയ ഒരു മാന്ത്രിക ഏലസുണ്ട്, ഒരു ചരടും കൂടും. അതിന് പെട്ടെന്ന് വല്ലാതെ ചൂട് വെക്കുന്നത് പോലെ അവന് തോന്നി. നീ ആരാണ്? അവൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. വീണ്ടും പൊട്ടിച്ചിരിയായിരുന്നു മറുപടി. കാറ്റിന് പോലും ഇപ്പോൾ ശവപ്പറമ്പിലെ ഗന്ധമായിരുന്നു. ചിരി നിർത്തി അവൾ അവന് നേരെ വിരൽ ചൂണ്ടി അലറി. എന്നെ ഗർഭിണിയാക്കി കടന്നു കളഞ്ഞില്ലേ നീ ഭാവി! ആ വാക്കുകൾ ഹരിയുടെ തലച്ചോറിലേക്ക് ഒരു ഇടിമിന്നൽ പോലെയാണ് വന്നിറങ്ങിയത്. അവൻ ഞെട്ടിത്തരിച്ചുപോയി. കഴിഞ്ഞ കാലം അവൻ ഓർമ്മിച്ചു. 5 കൊല്ലം മുമ്പ് നമ്മൾ സർപ്പക്കാവിൽ വെച്ച് ഒരുമിച്ച ആ രാത്രി. അതിനുശേഷം അവൾ ഗർഭിണിയാണെന്നോ? എന്നിട്ട് അവൾക്ക് എന്താണ് സംഭവിച്ചത്? ദേവിക കത്തിൽ അതേപ്പറ്റിയൊന്നും ഒരു വാക്കുപോലും എഴുതിയില്ലല്ലോ. അവൻ്റെ ചിന്തകളെ കീറിമുറിച്ചുകൊണ്ട് അവൾ വീണ്ടും അലറി. ഡാ വഞ്ചക, ഞാൻ നിന്നെ കൊന്ന് നിന്റെ ചോര കുടിക്കും! അവൾ വായുവിലുയർന്ന് നീണ്ട നഖങ്ങളുള്ള കൈകൾ അവൻ്റെ കഴുത്തിന് നേരെ നീട്ടിക്കൊണ്ട് പാഞ്ഞെടുത്തു. അവളുടെ തണുത്ത കൈകൾ അവൻ്റെ കഴുത്തിൽ സ്പർശിച്ചതും അവനൊരു അലർച്ചയോടെ കൈകൾ വലിച്ചു മാറ്റി. തീയിൽ തൊട്ടതുപോലെ അവൾ വേദന കൊണ്ട് പൊളഞ്ഞു. ഹരിയുടെ അരയിൽ കെട്ടിയ മാന്ത്രികക്കൂട് പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ചൂട് ക്രമാതീതമായി വർദ്ധിച്ചു. ദേവി കാക്കണേ! അവൻ വിറയലോടെ മന്ത്രിച്ചു. തന്നെ രക്ഷിക്കാൻ ആരുമില്ലെന്ന് മനസ്സിലാക്കിയ ഹരി സർവ്വശക്തിയും എടുത്ത് ഉറക്കെ വിളിച്ചു. അമ്മയെ! ആ നിലവിളി കേട്ട് വീട്ടിൽ നിന്നും അച്ഛനും അമ്മയും റാന്തൽ വിളക്കുമായി പരിഭ്രാന്തരായി ഓടി വന്നു. മോനെ, നീ എവിടെയാ? അവർ നീട്ടി വിളിച്ചു. വെളിച്ചം അടുത്തേക്ക് വരുന്ന കണ്ടപ്പോൾ അവളവരെ രൂക്ഷമായി നോക്കി നിന്ന് കിതച്ചു. മാന്ത്രികക്കൂടിൻ്റെ ശക്തിയാൽ അവൾക്കവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അച്ഛനും അമ്മയും അടുത്തേക്ക് എത്തിയപ്പോഴേക്കും ഇരുളിലേക്ക് ഒരു നോട്ടം എറിഞ്ഞ് അവൾ അവിടെ നിന്നും അപ്രത്യക്ഷയായി. എന്താ മോനെ, എന്താ ഈ അസമയത്ത് ഇവിടെ? എന്തു പറ്റി? അച്ഛൻ ഭയത്തോടെ ചോദിച്ചു. ഹരി വിറയ്ക്കുന്ന കൈകളോടെ ഇരുട്ടിലേക്ക് ചൂണ്ടി. പക്ഷേ അപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഒരു ഇലേരക്കം പോലും അവിടെ ഇല്ലായിരുന്നു. ആരടാ? എന്താടാ? അവിടെ ഇത് കാണുന്നില്ലല്ലോ. അച്ഛനും അമ്മയും ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു. അവൾ മാളവിക, അവളിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നമ്മേ, അവൻ വിറയിലോടെ പറഞ്ഞു. ഈ മാന്ത്രികക്കൂടാണ് എന്നെ രക്ഷിച്ചത്. എൻ്റെ ദൈവമേ, അവളെ നീ കണ്ടോ? അത് കേട്ട് അച്ഛനും അമ്മയും പരസ്പരം നോക്കി. അവരുടെ മുഖത്ത് വലിയൊരു നടുക്കം നേളിച്ചിരുന്നു. വിറയ്ക്കുന്ന കാലുകളോട് നിൽക്കുന്ന ഹരിയെ അച്ഛൻ താങ്ങിപ്പിടിച്ച് വീട്ടിലേക്ക് നടത്തിച്ചു. ഉമ്മറത്തെത്തി അവനെ പായലെത്തിയതിനു ശേഷം കണ്ണീരോടെ അമ്മ വലിയ സത്യം അവനോട് തുറന്നു പറഞ്ഞു. ഉമ്മറത്തെ പായൽ തളർന്നിരുന്ന ഹരിയെ നോക്കി അച്ഛനും അമ്മയും നിശ്ചിതരായി നിന്നു. അവരുടെ മുഖത്ത് ഭയവും അതിലേറെ സങ്കടവും ഉണ്ടായിരുന്നു. കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം അമ്മ കണ്ണീർ തുറച്ചുകൊണ്ട് പറയാൻ തുടങ്ങി. അവളുടെ ആത്മാവിന് ഗതി കിട്ടാതെ ഈ കാവിലും പറമ്പിലുമായി അലഞ്ഞു നടക്കുകയാണ് മോനെ. അമ്മയുടെ വാക്കുകൾ വല്ലാതെ ഇടറുന്നുണ്ടായിരുന്നു. നീ അന്ന് നാട് വിട്ടു പോയ ശേഷം അവൾ കുളത്തിച്ചാടി ആത്മഹത്യ ചെയ്തു. അവൾ മരിച്ചുവിവരം അറിഞ്ഞാൽ നിനക്കത് താങ്ങാൻ കഴിയില്ലെന്ന് കരുതിയാണ് കത്തെഴുതുമ്പോൾ അക്കാര്യം അറിയിക്കരുതെന്ന് ഞങ്ങൾ ദേവിയോട് പറഞ്ഞത്. കരിക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ പ്രിയപ്പെട്ടവൾ, തനിക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞവൾ. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്താണമ്മ ശരിക്കും സംഭവിച്ചത്? അവൾ എന്തിന് ആത്മഹത്യ ചെയ്തു? ഹരി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു. ആ ചോദ്യത്തിന് പെട്ടെന്നൊരു മറുപടി പറയാൻ അമ്മയ്ക്ക് കഴിഞ്ഞില്ല. അതൊക്കെ വലിയ കഥയാണ് മോനെ. നീ ഇപ്പോൾ പോയി കിടക്കാൻ നോക്കി. ഇത്രയും വലിയൊരു ആപത്തിൽ നിന്നാണ് നീ ഇപ്പോൾ രക്ഷപ്പെട്ടത്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ രാവിലെ പറയാം. അച്ഛൻ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഹരി തപ്പിത്തടഞ്ഞ് തൻ്റെ മുറിയിലെ കിടക്കയിലേക്ക് വീണു. അവന് എങ്ങനെ ഉറങ്ങാൻ കഴിയും? നേരം വിളക്കുന്നത് പോലെ അവൻ്റെ കണ്ണുകൾ അടഞ്ഞിരുന്നില്ല. മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ കൊല്ലാൻ പാഞ്ഞെടുത്ത ആ ഭീകരരൂപം തൻ്റെ മാളവിക തന്നെയാണെന്നുള്ള സത്യം അവനെ വല്ലാതെ വേട്ടയാടി. അവളുടെ മുഖവും പ്രതികാരദാഹമുള്ള ആ അലർച്ചയും അവൻ്റെ കാതുകളിൽ മുഴങ്ങിയിരുന്നു. എൻ്റെ മാളു, നിനക്ക് ഈ ഗതി വന്നല്ലോടി. ഇരുട്ടിലേക്ക് നോക്കിക്കൊണ്ട് അവൻ വിരുമ്പി. തൻ്റെ ഭീരുത്വമാണ് അവൾക്ക് ഈ ഗതി വരുത്തി വെച്ചതെന്ന കുറ്റബോധം അവനെ നീറ്റിക്കൊണ്ടിരുന്നു. അവളോടൊപ്പം ചെലവഴിച്ച ആ മനോഹരമായ കുട്ടിക്കാലവും കൗമാരവും അവൻ്റെ ഓർമ്മകളിലേക്ക് ഇരച്ചെത്തി. 5 വർഷം മുമ്പ് തർപ്പക്കാവിൽ വെച്ച് പിടിക്കപ്പെട്ട ആ രാത്രി ഒരു ദുരന്ത രാത്രി അവൻ്റെ മനസ്സിൽ ഒരു തിരശ്ശീല എന്ന പോലെ തെളിഞ്ഞു വന്നു. ഓർമ്മകൾ 5 വർഷം പിന്നിലേക്ക് സഞ്ചരിച്ചു. ഹരിയുടെ മനസ്സിൽ മാളവികയോടൊപ്പമുള്ള കുട്ടിക്കാലം തെളിഞ്ഞു വന്നു. മണലാട്ട് തറവാട്ടുകാരുടെ വകയായുള്ള അടുത്ത UP സ്കൂളിൽ ഒരുമിച്ച് നടന്നുപോയതും അമ്പലക്കുളത്തിൽ നിന്നും ആമ്പൽപ്പൂ പറിച്ചു കൊടുത്തപ്പോൾ അവളുടെ മുഖത്തുണ്ടായ ആ വലിയ സന്തോഷവും അവൻ ഓർത്തു. ഒരുമിച്ച് കളിച്ചു നടന്ന് അവർ വളർന്നപ്പോൾ അതൊരു തീവ്ര പ്രണയമായി മാറുകയായിരുന്നു. പിരിയാൻ കഴിയാത്ത വിധം അവർ വളരെ അടുത്തു. അന്നവർ 23 വയസ്സും അവൾക്ക് 18 വയസ്സുമായിരുന്നു. കൗമാരം പൂത്തലഞ്ഞ് ആ സമയത്ത്
ഒരു രാത്രി അവൻ അവളെ സർപ്പക്കാവിലേക്ക് ക്ഷണിച്ചു. ഒരു മാലാഖയെപ്പോലെ അവൾ വന്നു. ആ നിലാവുള്ള ആ രാത്രിയിൽ അവർ പരസ്പരം സംസാരിച്ചു. നമ്മുടെ ബന്ധം വീട്ടുകാരറിഞ്ഞാൽ എന്തായാലും കൊല്ലും, അത് ഉറപ്പാണ്. നമുക്ക് എങ്ങോട്ടെങ്കിലും ഒളിച്ചോടിയാലോ? ഹരി ചോദിച്ചു. അവരുടെ കണ്ണുകൾ അനുരാഗം കൊണ്ട് കൂട്ടിയിടിച്ചു. മനസ്സും ശരീരവും ഒന്നിച്ചു. ആ സംഗമത്തിന് ശേഷം അവർക്ക് വല്ലാത്ത ഭയം തോന്നിയിരുന്നു. അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് അവൾ തേങ്ങിക്കരഞ്ഞു. പെട്ടെന്നാണ് ദൂരെ നിന്നും ഒരു ശബ്ദം കേട്ടത്. ആരവിടെ? ആരോ വിളക്കുമായി കാവിലേക്ക് വരുന്നു. അവർ ഞെട്ടി ചാടി എഴുന്നേറ്റു. ചേട്ടാ, വേഗം എവിടേക്കെങ്കിലും പോയി ഒളിച്ചോ, അവർ കണ്ടാൽ ചേട്ടനെ വെട്ടിക്കൊല്ലും, അവൾ പരിഭ്രാന്തിയോടെ പറഞ്ഞു. ഹരി ഒന്ന് ശങ്കിച്ചു നിന്നെങ്കിലും അവളുടെ നിർബന്ധപ്രകാരം അവൻ ഇരുട്ടിലേക്ക് ഓടി മറഞ്ഞു. വിശ്വനാഥക്കുറുപ്പും അനിയന്മാരും കുറച്ച് വാലിക്കാരും അവളെ അന്വേഷിച്ച് വന്നതായിരുന്നു. ഡേ, നീ എന്താടി ആ സമയത്ത് ഇവിടെ? ആരാടി ഓടിപ്പോയത്? കുറുപ്പ് അലറി. ആരുമില്ല, അവൾ ഭയത്തോടെ കള്ളം പറഞ്ഞു. സത്യം പറഞ്ഞോ, ആരാടി അവൻ? ഇവളെ പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകൂ. നിങ്ങൾ പോയി അവരെ കണ്ടുപിടിക്കുക, അയാൾ ഭൃത്യന്മാരോട് ആജ്ഞാപിച്ചു. അവർ നാലുപാടും പാഞ്ഞു. ഹരി നേരെ പോയത് ഭാരതപ്പുഴയുടെ കരയിലേക്കാണ്. അവിടുത്തെ പുഴയോരത്തെ കൈതപ്പൊന്തയിൽ അവൻ ഒളിച്ചിരുന്നു. ജോലിക്കാർ അവിടെയൊക്കെ പരത് നടന്ന് ഒടുവിൽ തിരിച്ചുപോയി. അവർ പോയെന്ന് ഉറപ്പായപ്പോൾ അവർ അവിടുത്തെ ഒരു ചെങ്കാടത്തിൽ കയറി പുഴ കടന്ന് അക്കരയ്ക്ക് പോയി. രാത്രി മുഴുവൻ ഒരു പെട്ടിക്കടയുടെ തിണയിൽ കഴിച്ചു കൂട്ടി. നേരം വെളുത്തപ്പോൾ തന്നെ ആദ്യ ബസ് കയറി അവൻ നാട് വിട്ടു. പിന്നെ എങ്ങനെയൊക്കെയോ കള്ളവണ്ടി കയറി അവൻ ഡൽഹിയിലേക്ക് എത്തിച്ചേർന്നു. അവിടെ ജോലി ചെയ്യുന്നതിനിടയിലാണ് അടുത്തുള്ള മിലിറ്ററി ഓഫീസിൽ ചായ കൊടുക്കാൻ അവൻ പോയി തുടങ്ങിയത്. അവിടുത്തെ മേജർ വിക്രം സാറിന് ഹരിയോട് വലിയ ഇഷ്ടം തോന്നി. അവൻ്റെ കഥകൾ കേട്ടപ്പോൾ സഹതാപം തോന്നിയ അദ്ദേഹം ഹരിയെ സ്വന്തം മകനെപ്പോലെ സ്നേഹിക്കുകയും അവനെ പട്ടാളത്തിൽ ചേർക്കാൻ സഹായിക്കുകയും ചെയ്തു. പിന്നീട് നാട്ടിൽ നടന്ന പുകിലുകളൊന്നും അവൻ അറിഞ്ഞിരുന്നില്ല. കത്തെഴുതുമ്പോൾ മാളവികയെപ്പറ്റി ചോദിക്കാറുണ്ടെങ്കിലും ദേവിക മറുപടിയൊന്നും തന്നില്ല. ആ ഒളിച്ചോട്ടമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റെന്ന് ഹരിക്ക് ഇപ്പോൾ തോന്നി. താൻ കാരണം അവൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഓർമ്മകളിൽ നിന്ന് ഉണർന്ന ഹരിയുടെ തലയിണ അപ്പോഴേക്കും കണ്ണുനീർ കൊണ്ട് കുതിർന്നിരുന്നു. നേരം വെളുത്തു. രാത്രിയിലെ ഉറക്കമില്ലായ്മ കാരണം ഹരിയുടെ കണ്ണുകൾ ചുവന്നിരുന്നു. ഉമ്മറത്തിരുന്ന് ചൂടുള്ള കാപ്പി കുടിക്കുമ്പോൾ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മ ബാക്കി കഥ കൂടി അവനോട് പറഞ്ഞു തുടങ്ങി. ഹരി ഞെട്ടലോടെ അതെല്ലാം കേട്ടിരുന്നു. അന്ന് സർപ്പക്കാവിൽ മാളവികയുടെ കൂടെ കണ്ടത് ഹരിയാണെന്ന് തറവാട്ടിലെ എല്ലാവർക്കും മനസ്സിലായിരുന്നു. അവർ തമ്മിൽ പ്രണയത്തിലാണെന്ന സത്യം വിശ്വനാഥക്കുറുപ്പിനെ വല്ലാതെ ശുഭദിനാക്കി. പിറ്റേന്ന് രാവിലെ ഹരിയുടെ അച്ഛനെയും അമ്മയെയും കുറുപ്പ് തറവാട്ടിലേക്ക് വിളിച്ചു വരുത്തി. വാലിക്കാരറിഞ്ഞാൽ നാട്ടിൽ പാട്ടാകും, പിന്നെ ഈ കുടുംബത്തിന് നാണക്കേടാണ്. അയാൾ കോപത്തോടെ മുന്നറിയിപ്പ് നൽകി. ഹരി ഈ ഗ്രാമത്തിൽ കാലുകുത്തിയാൽ ഞാൻ അവനെ ജീവനോടെ വെക്കില്ല, മനസ്സിലായോ? അച്ഛനും അമ്മയും കരഞ്ഞുകൊണ്ട് കൈകൂപ്പി. തമ്പുരാൻ പൊറുക്കണം, എൻ്റെ ചെക്കൻ അങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ കരുതിയില്ല. ഇനി അവൻ ഇങ്ങോട്ട് വരാതെ ഞങ്ങൾ നോക്കിക്കോളാം. അങ്ങനെ വിലപിച്ചുകൊണ്ട് അവർ മടങ്ങിപ്പോന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. താൻ ഗർഭിണിയാണെന്ന സത്യം മാളവിക ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. അധികം വൈകാതെ അവളുടെ അമ്മ ഭഗവതി അമ്മയും മുത്തശ്ശിയും ഇക്കാര്യം അറിഞ്ഞു. അവർ പരിഭ്രമിച്ചു. എൻ്റെ ദേവി, ഇനി എന്ത് ചെയ്യും? ഇതെങ്ങാനും അച്ഛനറിഞ്ഞാൽ നിന്നെ കൊന്നു കളയില്ലേ? ഭഗവതി അമ്മ നെഞ്ചിത്തടിച്ച് കരഞ്ഞു. അസഹ്യമായ കോപത്തോടെ അവൾ മകളെ തലങ്ങും വിലങ്ങും തല്ലി. പോയി ചാവടി അസത്തെ, കുടുംബത്തിൻ്റെ മാനം കളയാൻ ജനിച്ചവടെ, അവർ അലറി. പിറ്റേന്ന് വെളുപ്പിന് മാളവികയുടെ അമ്മയുടെ നിലവിളി കേട്ടാണ് തറവാട്ടിലെ എല്ലാവരും ഉണർന്നത്. മാളവികയെ എങ്ങും കാണാനില്ല. കുറുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം ഭൃത്യന്മാർ നാലുപാടും പാഞ്ഞു. ഒടുവിൽ കുളക്കടവിലെത്തിയ കുറുപ്പ് സംശയത്തോടെ പണിക്കാരോട് കുളത്തിലേക്ക് ഇറങ്ങി നോക്കാൻ പറഞ്ഞു. ഏറെ നേരത്തെ തെരച്ചിലിന് ശേഷം ഒരാൾ പൊങ്ങി വന്നു. ചതിച്ചു തമ്പുരാനെ, അയാൾ നിലവിളിച്ചു. കയ്യിൽ മാളവികയുടെ മുടിക്കെട്ടിൽ പിടിച്ച് അയാൾ കരയിലേക്ക് കയറി. ആ നിർജീവമായ ശരീരം അവർ താങ്ങിപ്പിടിച്ച് പടവിലേക്ക് കിടത്തി. ജീവനില്ലാത്ത സ്വന്തം മകളുടെ ശരീരം കണ്ട് അലമുറയിട്ടുകൊണ്ട് ഭഗവതിയമ്മ ബോധം കെട്ട് വീണു. അവൾ മരിച്ച് 3-ാം മാസം കഴിഞ്ഞപ്പോൾ തറവാട്ടിൽ ദുർനിമിത്തങ്ങൾ തുടങ്ങി മോനെ, ഹരിയുടെ അമ്മ കിതപ്പോടെ പറഞ്ഞു. ഒരു അമാവാസി ദിവസം വൈകിട്ട് 3 തമ്പുരാക്കന്മാർ ചേർന്ന് കുളത്തിൽ കുളിക്കാൻ പോയി. അതിൽ വിശ്വനാഥക്കുറുപ്പിൻ്റെ കാലിലാരോ പിടിച്ചു വലിക്കും പോലെ അദ്ദേഹം വെള്ളത്തിലേക്ക് താഴ്ന്നു പോയി. അങ്ങനെ 2ാമത്തെ ദുർമരണവും ആ തറവാട്ടിൽ നടന്നു. അത് കഴിഞ്ഞ് 3 മാസത്തിന് ശേഷം കുരിശ്ശേരി കുമ്മാട്ടി ഉത്സവത്തിന് പോയ 2 തമ്പുരാക്കന്മാരെയും ഇടഞ്ഞ ഒരു ആന ചവിട്ടിക്കൊന്നു. ജനങ്ങൾ 4 പാടും പാഞ്ഞിട്ടും ആ ആന അവരെ 2 പേരെയും തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയായിരുന്നു. അമ്മ ഒന്ന് നിർത്തി, എന്നിട്ട് ഭയത്തോടെ പറഞ്ഞു. പിന്നീട് ഇല്ലത്തിൽ പ്രശ്നം വെച്ച് നോക്കി. ആരായിരിക്കും ഈ ദുർമരണങ്ങൾക്ക് പിന്നിലെന്ന് ഒടുവിൽ അത് കണ്ടുപിടിച്ചു. അത് മറ്റാരുമല്ലായിരുന്നു, ഗതി കിട്ടാതെ അലയുന്ന നമ്മുടെ മാളവികമ്മോളുടെ ദുരാത്മാവായിരുന്നു. ഈ കഥ കേട്ട് ഹരി തറഞ്ഞുപോയി. മാളവികയുടെ ആത്മാവ് പ്രതികാരം ചെയ്യുകയായിരുന്നു. അവൻ്റെ ഉള്ളിൽ കുറ്റബോധവും ഭയവും ഒരേപോലെ ഇരമ്പിയാർത്തു.
അന്ന് രാത്രി ഹരിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഓർമ്മകളുടെ വലിയ വേലിയേറ്റത്തിൽപ്പെട്ട് അവൻ കിടക്കയിൽ ഓരോന്നോർത്ത് കിടന്നു. എൻ്റെ മാളു, നീ എന്നെ വിട്ടുപോയല്ലോടി. അവൻ്റെ മനസ്സ് വിതുമ്പി. പകൽ അമ്മ പറഞ്ഞ കഥകൾ അവന് വിശ്വസിക്കാൻ പ്രയാസം തോന്നി. മാളവികയ്ക്ക് ഇത്രയും ക്രൂരമായി പ്രതികാരം ചെയ്യാൻ കഴിയുമോ? അപ്പോഴാണ് ജനലരികിൽ വീണ്ടും അനക്കമുണ്ടായത്. അവൻ കാതോർത്തു. അതെ, അവൾ തന്നെയാണ്. ഗതി കിട്ടാതെ അലയുന്ന തൻ്റെ പ്രിയതമ. ഹരിയേട്ടാ, ഹരിയേട്ടാ. അവളുടെ തേങ്ങ കരയുന്ന ശബ്ദം കേട്ട് ഹരി വേഗം കിടക്കയിൽ നിന്നും ചാടി എഴുന്നേറ്റു പുറത്തേക്ക് ഇറങ്ങി. അവൾ അവനെ നോക്കി ശാന്തമായി വിതുമ്പുകയായിരുന്നു. ഇന്നലെ കണ്ട രൗദ്രഭാവം ഇപ്പോൾ ആ മുഖത്തില്ല. കലകി അവളുടെ കണ്ണുകൾ ചുവന്നിരുന്നു. അഴിഞ്ഞു വീണ മുടി ഇപ്പോൾ കാറ്റിൽ പറന്നു. അവന് നേരിയ ഭയം തോന്നിയെങ്കിലും തൻ്റെ മാളുവല്ലേ എന്ന് അവൻ സ്വയം സമാധാനിപ്പിച്ചു. ഏട്ടാ, ഞാനൊന്നും ചെയ്യില്ല, പേടിക്കണ്ട. എൻ്റെ കൂടെ സർപ്പക്കാവ് വരുമോ? എനിക്ക് ചില സത്യങ്ങൾ പറയാനുണ്ട്. അവൾ തിരിഞ്ഞു നടന്നു. ഏതോ മാന്ത്രികശക്തിക്ക് അടിമപ്പെട്ടതുപോലെ ഹരി അവളെ പിന്തുടർന്നു. അവർ സർപ്പക്കാവിലെത്തി. 5 വർഷം മുമ്പ് അവർ അവസാനമായി സന്ധിച്ച അതേ സ്ഥലം. അവൾ അവനെ നോക്കി. നമുക്ക് ഈ ജന്മത്തിൽ ഒരുമിച്ച് ജീവിക്കാൻ വിധി ഉണ്ടായില്ല ഗിരിയേട്ടാ. അവൾ പൊട്ടിക്കരഞ്ഞു. ഹരി അവളെ ആശ്വസിപ്പിക്കാൻ അടുത്തേക്ക് ചെന്നെങ്കിലും അവൾ പിന്നോട്ട് മാറി. വേണ്ട, ഞാനൊന്നും മനുഷ്യസ്ത്രീയല്ല. ഗതി കിട്ടാത്ത ഒരു രക്ഷസാണ്. ചേട്ടൻ അറിയാമോ, ഞാൻ ആത്മഹത്യ ചെയ്തതല്ല. എന്നെ അവർ കൊന്നതാണ്. എൻ്റെ വലിയമ്മാവൻ വിശ്വനാഥക്കുറുപ്പും അനിയന്മാരും ചേർന്ന്. അവൾ പറഞ്ഞത് കേട്ട് ഹരി ഞെട്ടിത്തെരിച്ചു പോയി. എന്ത്, കൊന്നെന്നോ? എങ്ങനെ? അതെ ഏട്ടാ, എൻ്റെ കഴുത്ത് ജനിച്ച് കൊന്ന് കുളത്തിലിട്ടതാണ്. ഞാൻ ഗർഭിണിയാണെന്ന കാര്യം അമ്മ ചോദിക്കുന്നത് അമ്മായി ഒളിഞ്ഞു നിന്ന് കേട്ടു. അവർ അത് വലിയമ്മാവനെ അറിയിച്ചു. അയാൾ കല്ല് തുള്ളി. ഇങ്ങനൊരു വിത്ത് നമ്മുടെ തറവാട്ടിൽ പാടില്ല. അവളെ കൊന്നേക്കാം എന്നയാൾ മനസ്സിലുറപ്പിച്ചു. അയാൾ 2 അനിയന്മാരെയും വിളിച്ച് രഹസ്യമായി ആ കൃത്യം ചെയ്യാൻ ഏൽപ്പിച്ചു. അന്ന് രാത്രി ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ അവർ എൻ്റെ മുറിയിൽ വന്ന് എൻ്റെ കഴുത്ത് ജനിച്ചു കൊന്നു. ഞാൻ പ്രാണന് വേണ്ടി പിടഞ്ഞു. ഒടുവിൽ എൻ്റെ അവസാന ശ്വാസവും നിലച്ചുപോയി. പിന്നെ അവർ എന്നെ താങ്ങിയെടുത്ത് കുളക്കരയിൽ കൊണ്ടുപോയി. ആരും കണ്ടിരുന്ന് ഉറപ്പുവരുത്തി കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. പിന്നെ ഗതി കിട്ടാത്ത രക്ഷസായി അലഞ്ഞ് ഞാൻ തന്നെ അവരോട് പ്രതികാരം തീർത്തു. കുളത്തിൽ വെച്ച് വലിയ മാവനെ ഞാൻ മുക്കിക്കൊന്നു. ഉത്സവപ്പറമ്പിൽ ആനയ്ക്ക് വിഭ്രാന്തി ഉണ്ടാക്കി ബാക്കി 2 അമ്മാവന്മാരെയും ഞാൻ ആനയെക്കൊണ്ട് ചവിട്ടി അരപ്പിച്ചു കൊന്നു. അങ്ങനെ എൻ്റെ പ്രതികാരം ഞാൻ പൂർത്തിയാക്കി. എൻ്റെ ഹരിയേട്ടനെ ഒന്ന് കാണാൻ ഇവിടെ വെച്ച് യാത്ര പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത്. ഇനി അടുത്ത ജന്മത്തിൽ നമുക്ക് ഒന്നിക്കാം ചേട്ടാ. നമ്മൾ പിരിയേണ്ട സമയമായി. അവളുടെ വാക്ക് കേട്ട് തൊണ്ടയിടറി ഹരി നിശബ്ദനായി നിന്നു. അവൾ പതുക്കെ അവനിൽ നിന്നും അകലേക്ക് നീങ്ങിയപ്പോൾ പിന്നെ ഒരു വെളുത്ത പുകയായി ആകാശത്തേക്ക് മറഞ്ഞു. ഇരുണ്ട ആകാശത്ത് ഒരു നക്ഷത്രം അപ്പോൾ അവനെ നോക്കി പുഞ്ചിരിക്കുന്ന പോലെ അവന് തോന്നി. ഇതെല്ലാം ഒരു സ്വപ്നം പോലെ തോന്നി. അവൻ ആകാശത്തേക്ക് തന്നെ നോക്കി നിന്നു. പെട്ടെന്ന് ഒരു കുളിർകാറ്റ് പതുക്കെ അവനെ തഴുകി കടന്നുപോയി. അവളുടെ ആത്മാവിന് മോക്ഷം ലഭിച്ചതുപോലെ. അപ്പോഴാണ് പുറകിൽ നിന്നും അച്ഛൻ്റെയും അമ്മയുടെയും വിളി അവൻ കേട്ടത്. മോനെ, നീ ഇവിടെ എങ്ങനെ വന്നടാ? അവർ പേടിച്ച മുഖത്തോടെ ഓടി വന്ന് അവനെ നോക്കി. വലിയ സത്യങ്ങളെല്ലാം അറിഞ്ഞ ഹരി അപ്പോഴേക്കും മാനസികമായി വല്ലാതെ തളർന്നു പോയിരുന്നു. മാളവിയോടൊപ്പമുള്ള ഓർമ്മകളെ മനസ്സിൽ കുഴിച്ചു മൂടിക്കൊണ്ട് അവരും കുടുംബവും ആ സർപ്പക്കാവിൽ നിന്നും വീട്ടിലേക്ക് നടന്നു മറഞ്ഞു.